ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതുവരെയും ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടി ഒരു ബെല്ലൈക്കൺ കൂടി വരും. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് കിണ്ണത്തപ്പമാണ്. സാധാരണ അരിമാവ് ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ കിണ്ണത്തപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. കിണ്ണത്തപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരിമാവാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മളെ പച്ചരി ഇല്ലേ, പച്ചരി പൊടിച്ച് വെച്ചതാണ്. അതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് അരിമാവ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇച്ചിരി നല്ല ക്വാളിറ്റിയുള്ള മാവും നന്നായിരിക്കും നമ്മുടെ ഈ കിണ്ണത്തപ്പത്തിന് വേണ്ടിയിട്ട്. ഞാൻ 2 കപ്പ് അരിമാവാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. കട്ടയൊക്കെ കാണും, അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഞാനിതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. 1/4 കപ്പ് വരെ നമുക്ക് പഞ്ചസാര ചേർക്കാം. 1 കപ്പാകുമ്പോൾ കുറച്ച് മധുരം, കുറച്ച് നല്ല മധുരമൊക്കെ വേണമെന്നവർക്ക് കുറച്ചുകൂടി പഞ്ചസാര ചേർക്കാം. ഇനി ഒരു 4-5 ഏലക്ക കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് വേണ്ടത് നല്ല കട്ടി തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ നല്ല കട്ടിക്ക് തന്നെ എടുക്കണം. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാം എത്രയാണ് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതെന്ന്. പിന്നെ വേണ്ടത് 2 മുട്ട. മുട്ട എടുക്കുമ്പോൾ നിങ്ങൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കണം. അതായത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പില്ലാത്ത മുട്ട വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നിങ്ങൾ തണുത്ത മുട്ടയാണെങ്കിൽ പുറത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ മാറിയതിന് ശേഷം ഉപയോഗിച്ചാൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മുടെ അരിപ്പൊടിയും പഞ്ചസാരയും ഏലക്കായും എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റെങ്കിലും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നല്ല സ്മൂത്താക്കി എടുക്കണം. അത് മസ്റ്റാണ്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് 2 മുട്ടയാണ്. മുട്ട കൂടി നമുക്കിതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. മുട്ട കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. നമ്മുടെ മുട്ടയൊക്കെ ഇതിൽ കടന്നിട്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് ബ്ലെൻഡായി കിട്ടണം. അപ്പോൾ നല്ല രീതിയിൽ ഒന്നുകൂടി നമുക്ക് ഇതിനെ ഒന്ന് സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നന്നായിട്ട് ഒന്ന് അടിച്ച് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല പോലെ അടിച്ചെടുക്കണം. എത്രത്തോളം സോഫ്റ്റായി കിട്ടുന്നോ അത്രത്തോളം നമ്മുടെ ഈ ഒരു കിണ്ണത്തപ്പവും നല്ല സോഫ്റ്റായിരിക്കും. ഞാനിവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ കുറച്ചുകൂടി കട്ടിയുണ്ട്. ഇച്ചിരി കൂടെ ലൂസായിരിക്കണം നമ്മുടെ ഈ മാവ്. നമ്മുടെ കിണ്ണത്തപ്പം എന്ന് പറയുമ്പോൾ നല്ല ലൂസായിരിക്കണം. ഒരിക്കലും അത് തിക്കാവാൻ പാടില്ല. അത് ഞാൻ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അരിമാവ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തോളൂ. മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു കിണ്ണത്തപ്പം വളരെ ഡിഫറൻസ് ആയിട്ടുള്ളൊരു രീതിയിലാണ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് അടുപ്പിലോട്ട് വെക്കാം. അടുപ്പിലോട്ട് വെക്കുന്നതിന് മുമ്പ് നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കണം. ഇനി അടുത്തതായിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ആ ചൂട് തട്ടുമ്പോഴേ ഇത് കുറുകി വരും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലേ വെക്കാവൂ. ഓവറായിട്ട് നിങ്ങൾ ഫുൾ ഫ്ലെയിമിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് അടുക്കി പിടിച്ചു പോകും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, നന്നായിട്ട് കുറുകി വന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് വെച്ചില്ലേ, ആ ഒരു കൂട്ടിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട്.
ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ബൗളിൽ ഒഴിച്ച് വെച്ചില്ലേ ആ കൂട്ടിലേക്ക് ഇതിട്ട് കൊടുക്കാം. എന്നതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടയൊന്നും പാടില്ല. അപ്പോൾ നല്ല രീതിയിൽ മാക്സിമം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നമ്മൾ എല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ച ആ ഒരു സമയമില്ലേ, അപ്പോഴും നിങ്ങൾ പിന്നെ ബൗളിലോട്ട് ഒഴിക്കേണ്ട. ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ബൗളിൽ ഒഴിച്ച് കാണിച്ചതാണ്. നിങ്ങൾ ആ മിക്സിയുടെ ജാറിൽ ഈ ഒരു കൂട്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയത് വീണ്ടും മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് ഇത് ഒട്ടും കട്ടയൊന്നും കാണരുത്. നന്നായിട്ട് മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം മിക്സ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സിയുടെ ജാറിലാണെങ്കിൽ എല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിക്കോളും. ഇതിപ്പോൾ ഞാൻ എന്തായാലും നല്ല രീതിയിൽ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്ത് വെച്ച് കണ്ടോ. ഇതിപ്പോൾ കുറച്ച് കട്ടിയാണ്. ശരിക്കും ഇതിൻ്റെ ഒരു പരുവം എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല ലൂസ് പരുവമായിരിക്കണം. ഒട്ടും കട്ടി കാണരുത്. നല്ല വെള്ളം പോലെ നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ ഞാനിനി കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ പറയാം ഞാൻ എത്രയാണെന്ന് മൊത്തം ഒഴിച്ചതെന്ന് ഞാൻ പറയാം. എന്നിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് കൊടുത്തിരിക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തത് ഏകദേശം 2.25 കപ്പ് ചേർത്തു. എന്നിട്ടൊരു 2 ടേബിൾ സ്പൂൺ കൂടി അധികവും കാണും. അപ്പോൾ ഏകദേശം ഒരു 2.25 കപ്പ് തേങ്ങാപ്പാലാണ് നമുക്കിതിനായിട്ട് വേണ്ടത്. ഇപ്പോൾ ശരിക്കും നല്ല ലൂസാണ്, നല്ല വെള്ളം പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ ആയാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നമുക്ക് ഇതൊരു 3-4 മണിക്കൂറെങ്കിലും ഇങ്ങനെ തന്നെ വെക്കുക. 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്റ്റീം ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞും ചെയ്യാം. എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് ഒരു 3-4 മണിക്കൂർ ഇങ്ങനെ വെച്ചതിന് ശേഷം ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. 4 മണിക്കൂറോളം ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇത് സ്റ്റീം ചെയ്യുന്ന ആ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ബട്ടർ തടവി കൊടുക്കുക. ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ തടവി കൊടുക്കുക. ഓവറായിട്ട് ചേർക്കേണ്ട. ഓവറായിട്ട് ചേർത്താൽ സൈഡൊക്കെ ഡ്രൈ ആയി പോവും. ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പം എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്റർ ഒന്ന് അരിച്ചെടുക്കുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. നമ്മൾ ആദ്യമേ ഇത് അരിക്കാത്തത് നമ്മുടെ ആ ഏലക്കയൊക്കെ ഇതിൽ കിടന്ന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 4-5 മണിക്കൂർ നമ്മൾ വെച്ചതിന് ശേഷം മാത്രമേ അരിക്കാവൂ. അപ്പോൾ ആ ഫ്ലേവറൊക്കെ അതിൽ പിടിക്കുകയും ചെയ്യും. കണ്ടോ, ബാക്കി ഇതുപോലെ മാറ്റുക. നല്ല ലൂസായിട്ടുള്ള ഈ ഒരു പരുവായിരിക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച് നമ്മുടെ പ്ലേറ്റിലേക്ക് ഈ കൂട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ചിലവർ കട്ടി കുറച്ചാണ് ചെയ്യുന്നത്. ഞാൻ എന്തായാലും ഇപ്പോൾ ഫുള്ള് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അലൂമിനിയം ഫോയിൽ കൊണ്ട് ഇതൊന്ന് കവർ ചെയ്യാം. വെള്ളം ഇതിനുള്ളിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആവിയിൽ ആ ഒരു വെള്ളം എല്ലാം ഇതിനുള്ളിലേക്ക് തങ്ങി നിൽക്കും. ഇനി നമുക്ക് 2-3 ഡോട്ട് കൂടി ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല കട്ടി തുണി വെച്ചിട്ടോ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഇഡ്ഡലി സ്റ്റീമറിൽ വെള്ളം വെച്ച് തിളപ്പിക്കുക. അതിനുള്ളിലേക്ക് ഇതുപോലൊരു സ്റ്റാൻഡ് നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമ്മുടെ ഈ കിണ്ണത്തപ്പത്തിൻ്റെ പ്ലേറ്റ് ഇഡലി കുട്ടുകത്തിൽ ഇറക്കി വെച്ചിട്ട് ഒരു 30 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ സ്റ്റീം ചെയ്യുമ്പം നന്നായിട്ട് വെള്ളം തിളച്ച് വന്നതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കണം. അതായത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ഞാൻ എന്തായാലും ഒരു 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുത്തതാണിത്. ഇനി നമുക്ക് കുറച്ച് നട്ട്സൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ വെള്ളം വെച്ചിട്ട് തന്നെ കേട്ടോ ഞാൻ സ്റ്റീം ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ കുറച്ച് പിസ്ത വെച്ചിട്ടുണ്ട്. അത് കണക്ക് തന്നെ കാഷ്യൂസും റൈസിൻസും ഒക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ പിസ്ത വെക്കാറില്ല, ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചു എന്നേ ഉള്ളൂ. ശരിക്കും നല്ല പൂ പോലുള്ള കിണ്ണത്തപ്പമാണ്. അത് നമ്മളെ സാധാരണ അരിമാവ് വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുത്തത്. നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിണ്ണത്തപ്പമൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്തിട്ട് എന്നെ കമൻസ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്കത് ഇഷ്ടമായെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വേഗം തന്നെ നമ്മുടെ സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വേഗം ഇതിലെ ഒരു അംഗമാവുക. പിന്നെ ഇതുവരെയും നമ്മുടെ ഫേസ്ബുക്ക് പേജായ സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന ഗ്രൂപ്പ് ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.